ഹായ് ഗൈസ്, ദിസ് ഈസ് സെൽഫിയ, ദിസ് ഈസ് നൗഫിയ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ചലഞ്ച് വീഡിയോ എന്ന് പറയുന്നത് ട്രൂത്ത് ഓർ ലൈ ആണ്. അപ്പൊ ഈ ചാനലിലെ ഫസ്റ്റ് ചലഞ്ച് വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് പോയാലോ? ഓക്കെ. അപ്പൊ ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട് കേട്ടോ. അതായത് ലാസ്റ്റ് ആർക്കാണ് മാർക്ക് കുറവ് അവര് ഈ നാരങ്ങ കഴിക്കണം. ഓക്കെ, കഴിക്കും. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ടോർച്ചാണ്. ഞാൻ എടുത്തിരിക്കുന്നത് റിമോട്ട്. ഓക്കെ, ഒരാൾക്ക് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാനുള്ളത്. എന്റെ ഒരു ടോർച്ചില്ലെന്ന് എനിക്കറിയാം. എന്തെന്ന് പറയാ, അല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇങ്ങനെ സാധനം വെക്കാനുള്ള സൗണ്ട് കിട്ടും. ഞാൻ ഒന്നും തൊട്ടില്ല. തട്ട് മേശത്ത് ജസ്റ്റ് തട്ടി അറിയാം. മൂട് വേണോ തല വേണോ? മോഡ്. ഇനി ഞാൻ ചോദിക്കാം. ടോർച്ച് അതായത് റിമോട്ട്. റിമോട്ട്. അതിൽ ബാറ്ററി ഉണ്ടല്ലോ, അത് ഊരി എടുക്കും. എന്നിട്ട് തറയിട്ട് ബാറ്ററി രണ്ടെണ്ണം കാണാമല്ലോ. തറയിലിടാൻ പറ്റും. അല്ല, മേശപ്പുറത്ത്. അതേതോ ഒരുമിച്ചിട്ട് രണ്ടും വലിയ സൗണ്ട്. വലിയ ബാറ്ററിയാണ്. മതി മതി. വലിയ ടോർച്ച് എന്നല്ലേ പറഞ്ഞത്? അതിനാണ് പൂരിക്കാൻ. അടപ്പില്ലാത്ത ടോർച്ച്. അന്നൊരു ടോർച്ച്. അങ്ങനത്തെ ടോർച്ച് അടപ്പില്ല. നക്കിക്കാൻ നക്കാണ്. എന്നാ കടിച്ചാണ്. കടിക്ക നോക്കണേ ഇങ്ങോട്ട്. കടിച്ചു വാങ്ങും. കടിച്ച് ടോർച്ച് അടിക്കണ കേക്കല്ല കടിച്ചെടുക്കാൻ. ഒന്നും കടിച്ചാ. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വേണ്ട വേണ്ട. എത്ര നീളം വരും? എന്തത്? റിമോട്ടിന് സാധനം എത്ര വരും? കൈയുടെ എത്ര വരും? എന്റെ കൈ കുത്തിയിരുന്നോ? കുത്തിയുടെ നീളം കളം അറിയുള്ളൂ. എന്റെ രണ്ട് ചോദ്യല്ലേ? നിന്റെ ചെറിയ ടോർച്ച് അല്ല, വാപ്പാടെ ടോർച്ച് അല്ലേ? ആന്ന് അറിയാവുന്നുണ്ട്. തന്നെ വാപ്പാടെ ടോർച്ചാണ് ചെറിയ ടോർച്ച്. ചോദിക്കേ ഞാൻ പറഞ്ഞു. അങ്ങനെയില്ല, ചാൻസ് കഴിഞ്ഞാൽ ചോദിക്കാൻ പറയാൻ പറ്റും. എന്നാ നെക്കാൻ സൗണ്ട് കേട്ടിച്ചോ? നെക്ക് അത് ഓണാവില്ലേ? ആ മറച്ചു ലൈറ്റ് ലൈറ്റ് കുറച്ച് വെക്കും. കൈ വെച്ച് കൈ കുത്തി വെച്ച് കഴിഞ്ഞിട്ട് നെക്കാൻ സൗണ്ട് ഓണാക്ക്. ആണല്ലേ? അത് ഓണാക്കി. എവിടെ ഓണാക്കി. ഓഫാക്ക്. അല്ല തട്ട്. ഭയങ്കര ശബ്ദം നടക്കുന്നുണ്ടാണ്. ടോർച്ചിന്റെ നിയമം എന്റെ കൈട ഫുള്ളല്ല. കൈയുടെ നിയമം. കൈ പത്തി. ചോദിച്ചു. അതില് കൊറേ സ്വിച്ച് ഇല്ലേ? ആ സ്വിച്ച് എല്ലാം നമുക്ക് എല്ലാം ഒന്നി തന്നെ ആക്കിക്കൊണ്ടിരിക്കും. അല്ല ഓക്കെ. കളർ കറുപ്പ്. ആ റിമോട്ടിന്റെ ബാറ്ററി ഊരിയപ്പോഴത്തേക്ക് ആ ഇങ്ങനെ ഊരുന്ന സ്ഥലത്ത് ഒരു അടപ്പണങ്ങത്തെ സാധനം ഇല്ലേ? അത് തറയിട്ടാണ് ആ അടപ്പ് എന്നുവെച്ചാൽ ഊരുമ്പോഴൊരു അടപ്പ്. ഇത്ര വെയിറ്റാ. എനിക്ക് സമയം ലൈറ്റ് കത്തിക്കണം. കത്തിക്കുമ്പോ ഒരു വെള്ളം ടോർച്ചിന് വെള്ളമായി. ട്രൂതർ ലൈ എന്തോ എന്റെ ലൈ. ഓക്കെ, ഇതാണ് ലൈ. ഓക്കെ, കാണിക്കും. എനിക്ക് അങ്ങനെ വാപ്പാടെ ടോർച്ചാണെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു അതായിരിക്കൂല. അതെന്തിന്? അയ്യോ
ഓക്കെ അടുത്തെടുക്കാം. ഞാൻ നാരങ്ങ കഴിക്കും. എനിക്കൊരു പോയിന്റ്. അയ്യേ മന്ദബുദ്ധി. അപ്പൊ ഞാൻ ടോർച്ചെന്നു പറഞ്ഞാ പോയി. ആദ്യം പറഞ്ഞു പഠിച്ചു ഒരു സാധനം എടുക്കണ്ടത്. എവിടെടുത്താലും എനിക്കറിയാം. കണ്ടില്ലല്ലോ അല്ലേ? എന്താ കണ്ട എന്ത് സാധനം? പൗഡർ. എന്റെ കയ്യില് മഗ്. മഗ് മഗ് നല്ല വെയിറ്റുള്ള കപ്പില്ലേ? പൗഡർ. പൗഡർ തുറന്നിട്ടല്ലേ കൈ തട്ടണം. കൈ തട്ടിട്ട് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ കൊട. വലുതായിട്ട് എനിക്ക് കാണുന്ന രീതി കുടയണ്ട. ജസ്റ്റ് ഇങ്ങനെ കുടഞ്ഞാൽ തട്ടിക്കാം. തട്ട് ഒരറ്റം അതേ ഫുള്ളായിട്ടാ. ഫുള്ളായിട്ട് പൗഡറിന്റെ നെയിം. പൗഡറിന്റെ നെയിം അതിന് പറയണം. ആ പിന്നെ പറയണം. ചോദിക്കണേന്ന് പറയണം. അതില് ആ പിടിയുടെ ഭാഗം മാത്രം പിടിയുടെ ഭാഗം മാത്രം തട്ടും. അതിന്റെ ഒരു തട്ടിട്ട് ടോർച്ചിന് സ്വിച്ചിന്റെ സൗണ്ട്. അതിന്റെ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് ഗ്ലൈക്കറിൻ, സ്റ്റെറിക് ആസിഡ്, മെസ്റ്റിക് പൗഡർ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അത് ഡിസൈൻ ഒരു ഇങ്ങനെയാ വര 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 അങ്ങനെ നമുക്ക് ഇവിടെ ഇല്ല. ഗോൾഡ്. ഞാൻ പറഞ്ഞ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. വീട്ടിലും ഗോൾഡ് വര ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ മഗ്ഗുണ്ട്. ഏത് മഗ്? അതുണ്ട്. ഇല്ല ഉണ്ട്. വെള്ളം കുടിക്കാൻ മഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചായ കുടിക്കുന്ന മറ്റേ ഗ്ലാസ്. വാപ്പ ചായ കുടിക്കണം. അതെന്താ എനിക്ക് എന്നോട്? ഞാൻ പാല് കുടിച്ചോണ്ടിരിക്കുക. സൈഡ് പൊട്ടിയായിരുന്നു. ഇല്ല അതല്ല ആ വിളുമ്പിലേ ആ സൈഡിൽ ഇങ്ങനെ കൈ പൊട്ടിയതാണ് ഓട്ടിച്ചാണ്. ആ സൈഡിലേ ഇങ്ങനെ വിരളന്റെ നഖം കൊണ്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഓട്ടിച്ചാണ്. സൈഡിൽ തന്നെ അത് വിളുമ്പുണ്ടല്ലോ, നഖം കൊണ്ട. സൗണ്ട് ആയിരുന്നു. അല്ല അതല്ല. എനിക്ക് നഖം ഇല്ല. ഓക്കെ. അതിന്റെ അടപ്പ് എങ്ങനത്തെ പൗഡറാണ്? തുറക്കുന്ന പൗഡറോ അതെ എങ്ങനത്തെ? കറക്കി കറക്കി തോന്നല്ലേ? കൃത്യ തോന്നല്ലേ? ആടാ. ഓക്കെ. എനിക്ക് ഇങ്ങോട്ട് നോക്കല്ലേ കേട്ടോ? ഇല്ല നോക്കണില്ല. അല്ല അതിലേ ആ ഇതുണ്ടല്ലോ വാവട്ടം, അതിലിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചാ എങ്ങനെ? ഒരു കൈപ്പത്തിയുടെ വെള്ളമുണ്ട് ആ വാവട്ടത്തില് ഇങ്ങനെ അടി. എന്റെ കൈ തട്ടിയ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് കേട്ടില്ലേ? നിന്റെ കൈ കൊണ്ടല്ല തട്ടാ പറഞ്ഞ, ആ സാധനം കൊണ്ട് തട്ടണം. കൈ മേശ തട്ടുന്ന നിന്റെ ഒരു കൈയും ഒരു കപ്പും അതിലിങ്ങനെ നിന്റെ കൈ വെച്ചാണ് നീ തട്ടണ കള്ളി. ഞാൻ തട്ടി. സോപ്പിന്റെ കളർ
റെഡ് കവർ വൈറ്റ് സോപ്പ്. ഓക്കെ. എന്റെ കയ്യിലുള്ളത് ചാർജർ. എന്റെ കയ്യിലാണ് സോപ്പ്. സോപ്പ് സോപ്പല്ലേ? ചാർജർ തട്ടു. മതിയോ? പ്ലഗിന്റെ പിന്നുണ്ടല്ലോ, പിന്ന് മാത്രമേ ഞാൻ തട്ടിക്കണം. പിന്നെ മാത്രം. ചെറിയ സംഭവം. പിന്നെ അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഫ്ലോറലീസ്. ഫ്ലോറലീസ്. ഫ്ലോറൽസ്. ഫ്ലോറലീസ് ബൈ യാർലി. അത് യാർലി. ചാർജർ അല്ലേ? ചാർജറിന്റെ വയറുണ്ടോ? വയറിന് നീളം അത്യാവശ്യം നല്ല നീളമുണ്ട്. അത്യാവശ്യം തന്നെയാണ്. അത് നീളം അളന്ന് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. എങ്കിൽ കളർ കറുപ്പ്. സോറി, കവർ ഉണ്ടെന്ന് തന്നെ, കവറോട് കൂടി വരയ്ക്കും. കവർ ഇങ്ങനെ ഞാൻ പറഞ്ഞത് മേക്കപ്പാണ്. എത്ര വാണ്ടില്ല എത്ര ചോദിച്ചു? എനിക്ക് എത്ര വാണ്ടില്ല ചാർജർ? 500. 500 വാണ്ടി. ചാർജർ 500 വാണ്ടിന്റെ ചാർജറാണ്. സത്യം പറയോ? ഇച്ചിരി പൊക്കത്തുനിന്ന് ഇത്ര പൊക്കത്തുനിന്ന് ഇച്ചിരി പൊക്കത്തുനിന്നിട്. വീണ്ടും കവറിയിരിക്കണം സോപ്പ്. ഇച്ചിരി ഇട്ടാൽ ചെറിയ സോപ്പ്. ഇത്ര ഇങ്ങനെ സോപ്പ്. നിന്റെ ഇരിക്കുന്ന ചാർജറല്ല. ഓക്കെ അല്ലേ? ഞാൻ മണം വരാൻ വേണ്ടിട്ട് വീശി. ഈ മണമുള്ള സോപ്പുകളുണ്ട് ഈ വീട്ടില്. ഇത് ഞാൻ വിചാരിച്ചത് അറിയാമോ? ഞാൻ വിചാരിച്ചത് എന്നെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. മണം വരാൻ വേണ്ടി ഞായിട്ട് വീശി. അപ്പൊ 2 പാട്ട് ചോദിച്ചാണ് എനിക്കിത് പാട്ട് നോക്കിട്ട് കാണാൻ എനിക്ക് പാട്ട് നോക്കി. എന്റെ കയ്യിലുള്ളത് ടീഷർട്ട്. എന്റെ കയ്യിലുള്ളത് പേഴ്സ്. പേഴ്സ് കണ്ടുകൂടല്ലോ? ഇല്ല. പേഴ്സ്. പേഴ്സാണ് നേരാണോ? ഹാൻഡ് ബാഗ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ടീഷർട്ട്. എടുത്ത് വീശിക്കാം. എന്നുവെച്ചാൽ മൂത്തിട്ട് ഞാൻ കറക്കി വീശാം. അതിന് വള്ളി ഉണ്ടല്ലോ, വള്ളി ഊരാൻ പറ്റുന്ന വള്ളിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞില്ലല്ലോ. ഊരാൻ പറ്റുന്ന വള്ളി അല്ലേ? അതിന് വള്ളി മാത്രം എടുത്തിട്ട് ഇങ്ങനെ അടിച്ചാൽ ടേബിൾ. വള്ളി ഉണ്ടാ? ടേബിൾ അടിക്കും. വള്ളി ഉള്ളതാണ്. അതടി. അത് മറ്റേ അതിൽ ക്ലിപ്പ്. വള്ളി എന്ന് വെച്ചാൽ വള്ളി ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ നല്ല രീതിക്ക്. അപ്പൊ ആ തൂങ്ങിയ മാത്രം ഇങ്ങനെ ഞാൻ കാണിക്കട്ടെ. ഇങ്ങനെ തൂങ്ങി കിടക്കില്ലേ, ആ തുമ്പിട്ടടി ഇങ്ങനെ. തുമ്പിട്ട് എവിടെ അടിക്കാം? നല്ല രീതി അടിക്കണം. അടിക്കണം. ടീഷർട്ട് ആണല്ലോ ടേബിൾ ഇട്ടാണ് സാർ ചുരുട്ടിയിടണോ? ഇടണം. ഇല്ല, ഇത് ഒന്നും ഇപ്പൊ പാത്രത്തിൽ കൊണ്ടതാണ്. ഒന്നും കൂടെ ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് ഇല്ലേ? അത് ഒരു പാത്രത്തിലായേ. ഓക്കെ, കഴിഞ്ഞ എനിക്ക് വെയിലൊന്നും. അതാണെങ്കിൽ ആ ഇതിലെ വയസ്സ് പിന്നെ പൊട്ട് മൂട് വെച്ചല്ല, ഇങ്ങനെ പുറഭാഗമില്ലേ, പുറഭാഗം. ഓക്കെ, ട്രൂത്ത് ഓർ ലൈഫ്? ആരും എൻ്റെ ഇത്ര തന്നെ പറയും. നിന്റെതാ ലൈഫ്. ഞാൻ പറഞ്ഞ ടീഷർട്ട് എന്നാണ് പറയാം. ഓക്കെ, എന്നത് ഇത്തടെ പേഴ്സ്.
നോക്കട്ടെ. ഇതിന് സിമ്പിൾ ടാസ്ക്. ഞാൻ ഇവിടെ ഇരിക്കുന്ന പേഴ്സിന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കർവ് ഉണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ തന്നെ പോകാത്ത. ഞാനുണ്ടല്ലോ അതിന്റെ ഇടയിലുണ്ടല്ലോ തറയിലിട്ടില്ലേ, അപ്പോഴും അല്ല തറയിട്ടപ്പോ ഇതിന്റെ ഒരു വള്ളി പാത്രത്തിൽ നിന്ന് അപ്പൊ ഞാൻ അതിന്റെ ഒരു വള്ളി പാത്രത്തിൽ ഇന്നോളം ഞാൻ വിചാരിച്ചു ഭയങ്കര കാല കുത്തിയാണ്. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കും. മതി നോക്കിയോ വേണ്ട സാധനം ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ് മീൻസ് ഈ മറ്റേ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, കേക്ക് പോലെ ഇരിക്കുന്ന ബിസ്ക്കറ്റ്, കുക്കീസ് എനിക്ക് സോഫ്റ്റ് ആയിട്ടുള്ളത്. എന്റെ ഇരിക്കുന്നത് ചെറിയൊരു മാങ്ങ. വാങ്ങേ പച്ചമാങ്ങ. ഓക്കെ. മാങ്ങ കടി. കടിയോ? കഴിക്കടാ. പുളിയോ മധുരം? രണ്ട് ദിവസം. നല്ല പുളിയാണോ? പച്ചമാങ്ങ അങ്ങനെ കടന്നില്ല. ബിസ്ക്കറ്റ്. കമ്പനി മീനി. മീനി. എന്നെ രണ്ട് ദിവസം കഴിഞ്ഞാൽ നീ ഒന്നോട് ചോദിക്കും. കഴിക്കാൻ പറ്റില്ല. കവറോടെ തിന്നണം. അവിടെ പൊട്ടിക്കാൻ മതി. പഠിച്ചു തിന്നാ ഒന്ന് വരും. ചാ അതെ നിങ്ങൾക്ക് മാങ്ങന്നല്ലേ പറഞ്ഞ? മാങ്ങ പച്ചന്നല്ലേ പറഞ്ഞ? പച്ച മാങ്ങ പച്ചമാങ്ങ ചെറിയ മാങ്ങ. ചെറിയ മാങ്ങ. അതിന് കാര്യം തൊട്ട് ഇച്ചിരി പൊക്കത്തി നിന്നോ നമ്മൾ കൈ ഇൻഗ്രീഡിയൻസ് ആക്കി. വൈറ്റ് ഫ്ലോർ. വൈറ്റ് ഫ്ലോറാ? വൈറ്റാ വീറ്റാ? വീറ്റ് ഫ്ലോർ, ഷുഗർ പൗഡർ, സോഡ. ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ തന്നെ ബേക്കിംഗ് സോഡ അല്ല, ബേക്കിംഗ് സോഡ അല്ല, സോഡ എന്നൊക്കെ ഉള്ളൂ. സോഡ. പിന്നെ ബേക്കിംഗ് സോഡ, സീഡ് എക്സ്ട്രാക്ട്, ആഡ് ക്രീം. ക്രീമാണ് അകത്ത് ക്രീമിന്റെ ഫ്ലേവർ ഉണ്ട്. മാഞ്ഞതാണോ അതിലെ നിൽക്കുന്നതാണോ ചോദിക്കാമോ? മാഞ്ഞതാണോ അതിലെ നിൽക്കുന്നതാണോ? കളർ വൈറ്റ് നീല. എന്ത് അതെ ആ മാങ്ങയുടെ സൈസേ നിന്റെ കയ്യിൽ എത്ര ഉണ്ട്? എന്ന് വെച്ചാൽ നീളം നോക്കാൻ പറ്റില്ല. അതെ, കയ്യിൽ വെക്കുമ്പോ അത് എത്ര ഉണ്ട്? കയ്യിൽ വെക്കുമ്പോ കയ്യിൽ വൈ കൈപ്പത്തിയാണോ അത് ചെറുതാണോ? നീളമാണ്. ഞാൻ വളരെ കടിച്ചു. അത് കുഴപ്പമില്ല. എന്റെ ഒരു വിരടില്ലേ, നടുവിരടില്ല. കടിച്ചതിന് ശേഷമുള്ളതാണ്. കടിച്ചതിന് ശേഷം എനിക്ക് നടുവിരണ്ട ആ നടുക്കത്തെ വരയില്ലേ, അത്ര ഉള്ളു. അത് അത്രയും കടിച്ച അല്ല. ഇത് ചെറിയ മാങ്ങയാണ്. ചെറുതിന്റെ സൈസ് പറ. എന്റെ ചെറിയ മാങ്ങ കണ്ണി മാങ്ങില്ലേ, അതിന്റെ ഒരു ഇത്ര വലുതാണ്. ഇത്ര വലുതാണ്, കുറച്ച് വലുത്. ഓക്കെ കഴിഞ്ഞു. ഇട്ടത് അത് ലൈയാണ്, കേക്കാണെന്ന് തോന്നുന്നു. കേക്കാണ്. ഏതെങ്കിലും ഒന്നും ഉറപ്പില്ല. ഞാൻ പറഞ്ഞില്ല കുക്കീസ് കേക്ക് പോലെ ഇരിക്കുന്ന ഒരു ഇതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഉറപ്പ് ചോദിച്ചു പറയാം. ഇതാണ് ഫ്രൂട്ട്. ഓക്കെ, കേക്കൊന്നും കേക്കില്ലെന്നാണ് കണ്ടല്ലേ ഞാൻ ആകെ നോക്കി നോക്കിയപ്പോൾ വാങ്ങി ഫ്രിഡ്ജിൽ വാങ്ങിണ്ടായിരുന്നു. അതിന്റെ സൈസ് എല്ലാം പറഞ്ഞു. കടിച്ചിട്ട് അത് ഈ തുമ്പി വലുതായിട്ട് കടിച്ചു ഇവിടെ വെള്ളം വീട്ടും. എനിക്കിത് എത്ര കളറുകൾ പറയുന്ന അറിയാമോ? ലാസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് കണക്ക് കൂട്ടാം. ഞാൻ അടുത്തത് എന്റെ പെൻസിൽ സത്യം വളരെ വെള്ളം വേണം.
ക്ലിപ്പ്. പറഞ്ഞിട്ട് സാർ ജോലി എന്ത് പറഞ്ഞു? മാരേജ് പെൻസിലുണ്ടേ. ഇത് അത്യാവശ്യം വെയിറ്റ് വന്നിട്ടാണ് ചേച്ചി കാണും. എന്താ വേണം? വരയ്ക്കാം. എത്ര എച്ച് ബി? ഇത് 4 HP. 4 ബി മാത്രമാണോ എച്ച് ബി ആണോ? ബി. ബി. സോറി, ഞാൻ 2 ദിവസം ചോദിച്ചു ഇല്ലേ? സോറി, ഇതാണ് എന്നതാ? ഓക്കെ. പിന്നെ അള്ളു ഇങ്ങനെ അല്ലണില്ല. ഇങ്ങനെ 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 പിടിച്ചിട്ട് ഇങ്ങനെ ഇടും. ഓക്കെ. അല്ല ഇപ്പല്ല നിൽക്കും. അതല്ല. പെൻസിലുണ്ടേ, ചെറുതും വായിച്ചു. കളർ പന്ത്രണ്ട് ഇല്ല, മരം കൊണ്ട് അറിയാമല്ലോ, പെൻസിലുണ്ട് അറിയാമല്ലോ. ഇതൊക്കെ തറയും അത് ഇങ്ങനെ വെച്ചിക്കാനല്ലോ ഞാൻ വീണു. ഓക്കെ. ആദ്യമേ പോയി. കളർ ഒരു ഗ്രീൻ ഡാർക്ക് ഗ്രീൻ. കളർ ഇല്ല. ഓക്കെ. ശരി. നേരത്തെ വെച്ചത് പെൻസിലിന്റെ മണം കൊണ്ടല്ലേ വെച്ചത്? ആ പെൻസിലേ ആ മണം കൊണ്ടല്ലോ. സോഫ്റ്റ് ആണോ ഹാർഡാണോ? അങ്ങനെ എന്റെ പെൻസിന്റെ മരം പോയി. ശരി, നിങ്ങൾ വൈകി മാത്രമേ അത് ബേക്കിലുണ്ടല്ലോ, ഈ പെൻസിലിന്റെ ബേക്കിൽ അവിടെ തോന്നുന്ന ഡിസൈൻ കളർ ഡിസൈൻ ആയിട്ട് ഒരു ആ ഡിസൈൻ്റെ അവിടെ കളർ മാറ്റം ഉണ്ടോ? ഈ പച്ചയുടെ കൂടെ വേറെ കളർ റൗണ്ട് ഇങ്ങനെ വരുന്നുണ്ടോ? ഈ പച്ചയിൽ തന്നെ ചെറിയൊരു ഷെയ്ഡ് മാറ്റം അങ്ങനെ റൗണ്ട് അങ്ങനെ മുകളിലാണ്. മുകളിൽ ചെറിയൊരു ഷെയ്ഡ് മാറ്റം. അല്ല, കുറച്ചൊന്ന് താഴോട്ട് റൗണ്ട് എന്തെങ്കിലും കളർ മാറ്റം ഉണ്ടോ? ഇങ്ങനെ റൗണ്ട് റിങ് ആണ്. ഒരു ഗോൾഡ് വരുന്നത്. ഗോൾഡ് ചെറിയ ചെറിയ മല പോലെ. ഓക്കെ കഴിഞ്ഞ. ഓക്കെ. എന്താ കഴിഞ്ഞാ ഇത്താഴെ ക്ലിപ്പല്ല. ഇത് പെൻസിലല്ല. ഓക്കെ. പേരാണ് വിചാരിച്ചേ. അപ്പൊ ഇത് ലീഫ് അപ്പൊ രണ്ടോട്ട് പോയിട്ടില്ല. ഞാൻ ചെയ്തത് എന്റെ കയ്യിലുള്ളത് സ്പ്രേ. അതിന്റെ ചാർജർ സ്പ്രേ സ്പ്രേ അടിക്കും. സ്പ്രേ അടിക്കും. മണം വരില്ല. സ്പ്രേ ചാർജർ ഒയറുണ്ടല്ലോ, ഒയറുള്ളതില്ലേ? ആ ഒയർ മാത്രം ഊരി എടുത്തിട്ട് തറയിക്കണം. ഒയർ മാത്രം ഊരി എടുക്കണം, എന്നിട്ട് പൊക്ക പുറത്ത് തറയണം. ഇരിക്കാനല്ലോ അങ്ങനെ ഇച്ചിരി പൊക്ക പുറത്ത് ഒയർ പിന്നെ മറ്റില്ല ഏറില്ല. അത് പറയൂല. അത് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഏറില്ല. ചാർജർ കണക്ട് ഊരാൻ പറ്റാത്ത ചാർജർ ഉണ്ടല്ലോ മറ്റേ സാധനം. ഓക്കെ. പിന്നെ സ്പ്രേ ആണല്ലോ കമ്പനി ബ്യൂട്ടി. ബ്യൂട്ടി ബ്യൂട്ടി ഓക്കെ. സോറി, അഡാപ്റ്റർ ഇല്ലേ തറയിടും. കേട്ടില്ലേ? ചേർന്നുണ്ടോ അഡാപ്റ്റർ ഇട്ടുണ്ടോ? അത് ഞാൻ ആക്കിയ സംഭവം സൈഡ് കിടത്തുമ്പോ ഞാനല്ലേ കാണാൻ ഫ്ലേവർ ഫ്ലേവർ റോസ്. റോസ് റോസ് സോറി കളർ തോന്നുന്നു വൈറ്റ്. വൈറ്റ് വൈറ്റ് വൈറ്റ്. യാ ഓക്കെ. ഇൻഗ്രീഡിയൻസ് അക്വ റോസ ഡമാസ്കീന ഹെമാമെലിസ് വിർജിനിയാന. ഇത് ഭയങ്കര ശരിയാണ്. കടം നമുക്ക് കലണ്ടില്ല സോഡിയം സോഡിയം ഗ്ലൂക്കോണേറ്റ് ആണ്. ഈതയിൽ ഇത്താണത് ചാർജർ. ചാർജർ അല്ല കോൺഫിഡൻസ് സ്പ്രേ ആണല്ല ചാർജർ. ഇത്താൾക്ക് മാർക്കില്ല, എനിക്ക് മാത്രം. എന്റെ കയ്യിലുള്ളത് മോയ്സ്ചറൈസർ
എന്റെ കയ്യിലുള്ളത് കുഞ്ഞിന്റെ വണ്ടി. കുഞ്ഞു കളിക്കാൻ പോയി. ഓക്കെ ശരി. നിങ്ങൾ മോയ്സ്ചറൈസർ ക്രീം അതെങ്ങനെ പറഞ്ഞേ? മോയ്സ്ചറൈസർ ക്രീം ഇത് സമ്മർ ടീമിലാണ്. അപ്പൊ അടപ്പിങ്ങനെ തുറക്കാം. അടപ്പ് എങ്ങനെ പറഞ്ഞാൽ കറക്കി ഒരു ദിവസമാണ്. ഇത്താടത് എന്ത് വണ്ടി? സ്കൂട്ടർ. ഓക്കെ എഴുതി. അപ്പൊ ഒന്നേ അത് ദിവസമാണ്. മറ്റേ ഇത് കമ്പനി ബ്രാൻഡ് സെറ്റാഫി ബാക്കി ഇത്താടിയുള്ളത് വണ്ടിയുടെ വണ്ടി ഞാൻ നേരത്തെ കണ്ടായിരുന്നു. ഒരു വണ്ടി ഇരിക്കുന്നത്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിലിങ്ങനെ ഇടുക്കി ഒരു സാധനം തുറക്കാണ്ട് അത് തുറന്ന് തറയില് പറയണം. എന്റെ കയ്യിലുള്ളത് എഴുതിയിരുന്നല്ലോ അതെന്തോന്നാണല്ലോ? നീല നീലയില് വെള്ളം. നീലയില് വെള്ള. നീല കളറില് വെള്ള അക്ഷരം. വെള്ളാക്ഷരം. ഇനി ഇത്താണ് എന്നുള്ളത് ഉരുട്ട്. ഓക്കെ ശരി. നിന്റത് സെറ്റപ്പിന്റെ താഴെ എന്തോ എഴുതിയിരിക്കണം. ഇതിന് മോയ്സ്ചറൈസർ ഓ അപ്പൊ മോയ്സ്ചറൈസർ അതിന്റെ കറക്റ്റ് താഴെ സെറ്റപ്പിന്റെ കറക്റ്റ് താഴെ സാധനം മോയ്സ്ചറൈസിങ് കറക്റ്റ് വായിക്കണം. ആ ഇതില് കറക്റ്റ് ഹെഡിങ് അവർ കൊടുത്തു. മോയ്സ്ചറൈസിങ് അതിന് പകുതിയില്ലേ? അതിന് പകുതിയില്ല. പകുതിയില്ല. ഓക്കെ സ്റ്റിക്കർ പകുതി. ഓക്കെ ഇനി കളർ. കളർ റെഡ്. റെഡില് റെഡില് ഗ്രീൻ. റെഡിൽ ഗ്രീൻ. ഓ ഇനി ശരി. മോയ്സ്ചറൈസർ ക്രീം ഒരു ടിന്നിലാണെന്നല്ലോ. അതെ. ആ ക്രീം ആ ടിന്നിന്റെ സൈസ് എത്രയും? നല്ല വെയിറ്റ് ഉള്ള ടിന്നാണ്? കുഞ്ഞു ടിന്നാണ്? ഭയങ്കര കുഞ്ഞല്ല, ചെറുത്. വിരൽ യൂണാണോ ടിന്നാണോ? പിന്നെ വിരലിന്റെ അതായത് എന്റെ നാല് വിരൽ ഫോളോ സോറി അത് ടിക്കാൻ കൊട്ടും. അത് കൊട്ടിയാൻ സൗണ്ട് ഉണ്ടാക്കി. ട്രൂത്തല്ലേ? ഇതാണ് ട്രൂത്ത്. വണ്ടിയാണ്. എന്റെ കയ്യിൽ സ്ലൈഡ്. എന്റെ കയ്യില് കോമ്പ്. കോമിന്റെ പല്ലില്ലേ? പല്ലിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ പണ്ട് കളിക്കില്ലേ നിങ്ങൾക്ക്? അങ്ങനെ സ്പീഡിന് കൊട്ടാനല്ല, കൊട്ടാനല്ല, സ്പീഡിന് ഒന്നുകൂടി ഓക്കെ. ഇത് കള്ളിയാണ്, പറയാനും പറ്റില്ല. ഓക്കെ ശരി. എന്തോ നീ പറഞ്ഞ സ്ഥലത്ത് സ്ലൈഡ്. ടിക് സ്ലൈഡ് ആണോ? ടിക് സ്ലൈഡ്. ടിക്ക് അങ്ങനെ ടിക്കാക്കി നമ്മൾ ടിക്കാക്കി തുറക്കാൻ കളിക്കില്ലേ? അങ്ങനെ തുറക്കണം. ഞാൻ സ്ലൈഡ് ടിക്ക് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഞാൻ പറയാം എന്ന് വെച്ചാൽ ഇങ്ങനെ കള്ളി മാറ്റി. ഞാൻ പറയാ സൗണ്ട് പിടിക്കാതിരിക്കാൻ വേണ്ടി മനപ്പുറം. അല്ലല്ല ടിക്ക്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആ ഒരു സൗണ്ട്. ഏത് സൗണ്ട്? ടിക് എന്നാക്കുന്ന സൗണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. ടിക്ക് ഇങ്ങനെ കുത്തിയിട്ടില്ല, ഇങ്ങനെ അടയ്ക്കണം. ആ സ്ലൈഡ് അല്ല, കറക്റ്റ് ആ സ്ലൈഡ് അല്ല. നമ്മൾ വലിയ ലവ് ചെയ്യിപ്പിക്കുന്നല്ലേ? അതല്ല. പിന്നെ നീ എന്താണ് ടിക് സ്ലൈഡ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ വെക്കുന്ന സ്ലൈഡ്. സത്യം സത്യം. പറ സോറി ടിക് സ്ലൈഡ് അല്ല. അല്ല ടിക് സ്ലൈഡ് അല്ല. അതില് ടിക് സ്ലൈഡ് അല്ലാതെ ഇങ്ങനെ നേരെ ഇരിക്കുന്നതാണ്. നേരെ വളവുള്ളതാണ്. വളവുള്ളത് അതിങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയാണ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ അടയ്ക്കുന്ന സൗണ്ട് വലിച്ചു പിടിച്ചിട്ട് അടയ്ക്കണം. ഒന്നുകൂടെ എവിടെ ഒന്നുകൂടെ കേൾക്കാൻ ചെവി ഇങ്ങോട്ട് പോസി. നീയാ എന്തിനാ സാധനം? ജീപ്പ്. തറയിടുന്നു പൊക്കത്ത് കുറച്ചധികം ആയിട്ട് തറ. ഒന്നുകൂടി. ഓക്കെ. നീ അത് പറയണേ. ഓക്കെ ഇത് പറയണേ. നീ കയ്യിൽ വീഴണം. മുകളിൽ നിന്ന് കയ്യിൽ താഴെ ഇടണം. ഇത്രയും ചെറിയ കളർ. നീ ചോദ്യം ജീപ്പ് എന്നിട്ട് വെയിറ്റ് ഉള്ള ജീപ്പ് എന്ന് വെച്ചാൽ വലിയ ജീപ്പാ ചെറിയ ജീപ്പാ? കനം കുറഞ്ഞ ഒറ്റ ആയിട്ടുള്ള ജീപ്പ് അങ്ങനത്തെ കനം കുറഞ്ഞ. ഓക്കെ
കളർ വൈറ്റ് ഇതായത് ഇതാണ് ചീപ്പല്ല നിന്റെ സ്ലൈഡ് പോലെ അത് സ്ലൈഡ് എന്തോന്നാ നീ വന്ന് മറ്റേ കയറ്റി വെക്കാൻ സ്ലൈഡ് എടുക്കണമെന്നില്ല എനിക്ക് മാർക്കിട്ടി എനിക്ക് പറഞ്ഞിട്ട് ഓക്കെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമ്മൾ ഇത്ര ഐറ്റം ടൈം പക്ഷേ മാത്രം കഴിഞ്ഞു നമുക്ക് മാർക്ക് അല്ലേ ഇത് ഇത്രയും ആദ്യം ഞാൻ വരുന്നതാണ് ഇത് ഇത്രയാണ് അതായത് ഒരു 8 ഐറ്റമേ ഉണ്ടാകുന്നു കേട്ടോ ഓക്കെ അപ്പം എത്ര മാർക്ക് ഉണ്ടെന്ന് നമുക്ക് നമ്മൾ ഓർമ്മയില്ല ടോർച്ച് ഇത്ത അല്ലെന്നോ എനിക്കൊരു പോയിന്റ് ടോർച്ചിന് എനിക്കൊരു പോയിന്റ് ഫേസ് വാഷ് അതെനിക്കൊരു പോയിന്റ് ഞാൻ ഫേസ് വാഷ് ഇപ്പൊ ഫേസ് വാഷ് എനിക്ക് പൗഡർ അതിന് എനിക്കൊരു പോയിന്റ് ഇതിട്ട് മക്കെന്ന് പറഞ്ഞു ഇല്ല മകല്ല പറഞ്ഞു അപ്പൊ എനിക്ക് ഒരു പോയിന്റ് ഇതും തല്ലെന്നോ അപ്പൊ ഞാൻ ആ സമയത്ത് ഞാൻ വന്ന് നിങ്ങൾക്ക് വിളിച്ചപ്പോ ബിസ്ക്കറ്റ് ആണ് സോപ്പാണ് ഇത് ഞാൻ എല്ലാം കട്ടില്ല രണ്ട് തല ഇത് കാണിച്ചപ്പോ അല്ലെന്നോ ബിസ്ക്കറ്റും അല്ലെന്നോ അവിടെ മാറി ഇത് എനിക്ക് മാർക്ക് അതെനിക്ക് മാർക്ക് ഇത് ഫേസ് അതിനെ കറക്റ്റാക്കില്ല അപ്പോൾ നിങ്ങൾ ഇതായിരുന്നു ടീച്ചർ ഞാൻ പറഞ്ഞു എനിക്കിത് അല്ല കറക്റ്റ് എനിക്ക് ഇത് ഇത് കാണിച്ചാൽ അതെനിക്ക് ചീപ്പ് ചീപ്പ് അല്ലെന്നോ ഇത് ഇതെനിക്ക് ഓക്കെ അപ്പൊ 1 2 3 4 5 6 7 8 എനിക്ക് 1 2 3 4 5 6 7 ഇതായിട്ട് 8 അറിയണോ അപ്പൊ നമ്മൾ 9 സാധനം ഇല്ലേ ആ ഞാനാണ് ജയിച്ചിരിക്കുന്നത് എനിക്ക് 10 വാങ്ങി തന്നെ ചതിച്ചു 10 മാർക്ക് മോയ്സ്ചറൈസർ ക്രീം തന്നെ പഠിച്ചു നീ ക്രീമാണോ ലോഷനാണ് ക്രീമാണ് അല്ല ലോഷനാണ് അത് എല്ലാം ഇറങ്ങണല്ലോ അപ്പൊ ലോഷൻ നീ ഈ ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് ഞാനാണ് ഓക്കെ അപ്പൊ നാല് കഴിക്കുന്നത് രണ്ട് പീസ് നാല് കഴിക്കാൻ കഴിയും ഉറങ്ങിയിരിക്കാണ് 2 പീസ് നാല് ഞാൻ തൊലി വേണ്ട തൊലി കൊടുക്കണം ടേസ്റ്റ് ഉണ്ടോ അങ്ങനെ പറയുമ്പോൾ 2 കഴിക്കാം അടിപൊളി ചോറുള്ള കഴിക്കാൻ സൂപ്പർ സത്യം എനിക്ക് നാല് കഴിക്കാൻ ഇഷ്ടമായി എനിക്ക് ചോറിലൂടെ ഇങ്ങനെ അടിച്ചു ഇഷ്ടം എനിക്ക് ഞാൻ കഴിച്ചത് കഴിക്കുമ്പോ പല്ല് ഭയങ്കര കുളിക്കണം അവർക്ക് കഴിക്കാൻ നമ്മൾ എനിക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് എങ്ങനെ കഴിക്കണം പക്ഷെ ഇനി ചാക്കിലാണ് പണിഷ്മെന്റ് നല്ല പാട്ടായിരിക്കും. അപ്പൊ ഈ ചലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു. അപ്പൊ ഈ ഒരു ചലഞ്ച് ഇടാൻ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കമന്റ് ചെയ്യണം. ഈ ഒരു ചലഞ്ച് വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാനാണ്. പിന്നെ നമ്മൾ ആദ്യത്തെ ഇതായിട്ട് അതിൻ്റെതായ ചില പോരായ്മകളൊക്കെ വരും. അത് നിങ്ങൾ ക്ഷമിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.